ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തേക്കടയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണിത്. ഇതിന് തേക്കട, തേൾക്കട, വൃശ്ചികളി എന്നൊക്കെ പേരുകളുണ്ട്. പൂക്കളുണ്ടാകുന്ന ഭാഗം തേളിൻ്റെ വാൽ പോലെ കാണപ്പെടുന്നതിനാലാണ് ഇതിന് വൃശ്ചികളി എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത്. ഇതിന് ഇനി മറ്റുപയോഗങ്ങളും, അതായത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബാഹ്യമായ ഉപയോഗത്തിനാണ്, അല്ലാതെ ഉള്ളിൽ കഴിക്കാനല്ല. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അരിമ്പാറ, വീക്കം, മുഴകൾ എന്നിവ ചികിത്സിക്കാൻ ഈ ചെടി ഉപയോഗിക്കുന്നു. ചൊറി, അൾസർ, എക്സിമ എന്നിവയുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമാണ്. കൂടാതെ നമുക്കുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾ ചികിത്സിക്കുന്നതിനും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഇലകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇതിൻ്റെ ഉപയോഗമാണ്. ചെടികളുടെ പൊടിച്ച ഇലകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ജ്യൂസ് മുറിവുകൾ, ചർമ്മത്തിലെ അൾസർ, ഫ്യൂറങ്കിൾ എന്നിവ ചികിത്സിക്കാനായി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് ബാഹ്യമായ ഉപയോഗത്തിനാണ്, അല്ലാതെ ഉള്ളിൽ കഴിക്കേണ്ടതല്ല. അടുത്ത് നമ്മുടെ മുറിവുകൾ, കുരുക്കൾ, ഗ്യാസ്ട്രിക്, വെരിക്കോസ്, അൾസറേഷൻ, തിണർപ്പ്, അരിമ്പാറ എന്നിവയ്ക്ക് ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉപയോഗിച്ച് വരുന്നുണ്ട്. അതായത് ഇതെങ്ങനെയാണ് ചർമ്മത്തിൽ ഉപയോഗിക്കേണ്ടത്, ചെയ്തെടുക്കുന്ന വിധം ഞാൻ ഇതിൽ കൂടെ പറഞ്ഞു തരാം. 3 ഇലകൾ 1 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുക്കുന്ന കഷായമാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പുരട്ടേണ്ടത്. അടുത്ത് നമ്മുടെ റൊമാറ്റിക് വേദന, പ്രാണികളുടെ കുത്തൽ, മുറിവുകൾ എന്നിവയിൽ ഇലകൾ പൂശുന്നു. പാമ്പ് കടി, തേളിൻ്റെ കുത്തൽ എന്നിവയ്ക്ക് ഇലയെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി അവിടെ പുരട്ടാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. കൂട്ടുകാർ ഒന്ന് കയറി കാണണം. ഇനിയും ഔഷധ സസ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ തുടർ വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.